കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ ഓഫീസ് എവിടെയെന്ന ചോദ്യത്തിന് അത് ദില്ലിയിലെ അക്ബർ റോഡിലാണ്. 1978 മുതലാണ് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അക്ബർ റോഡ് കേന്ദ്രീകരിച്ച് കോൺഗ്രസിന്റെ ഓഫീസ് വിഷ്വൽ മീഡിയയിലും എല്ലാ മാധ്യമങ്ങളിലും സ്ഥിരമായി വരുന്ന ചിത്രവും അവിടെ വെച്ചാണ് അനവധി തീരുമാനങ്ങൾ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നതും മറ്റുമൊക്കെ. മറ്റൊന്ന്, അവരുടെ യൂത്ത് കോൺഗ്രസിന്റെ ഓഫീസായി വർക്ക് ചെയ്യുന്ന റൈസിന റോഡിൽ ഉള്ള ഓഫീസാണ്. ഇതും വർഷങ്ങൾ, പതിറ്റാണ്ടുകളായി ഓഫീസായി ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഈ റോഡിലൊക്കെ ഉള്ള ഓഫീസുകൾ അവിടെ നിന്ന് മാറണം. അതെല്ലാം സർക്കാർ കെട്ടിടങ്ങളിൽ നിന്ന് ആണ് പ്രവർത്തിക്കുന്നത്. ഈ സർക്കാർ കെട്ടിടങ്ങൾ വാടകയ്ക്കെടുത്താണ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. വാടക പോലും പല പാർട്ടികളും കൊടുക്കാറില്ലായിരുന്നു. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇവർക്കൊക്കെ സ്ഥലം കണ്ടെത്തുകയും സ്ഥലം അനുവദിക്കുകയും ചെയ്തത്. ഇതിന്റെയൊക്കെ പണം നൽകുകയും കൂടി ചെയ്തു. അങ്ങനെ എല്ലാവർക്കും ഇപ്പോൾ ഓഫീസായി. CPM-ഉം CPI-ക്കും BJP-ക്കും ആം ആദ്മി പാർട്ടിക്കും ഒക്കെ സ്വന്തമായി ഓഫീസായി. കോൺഗ്രസിനും സ്വന്തമായി ഓഫീസായി. കോൺഗ്രസിന്റെ പുതിയ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട്മാർഗിലെ ഇന്ദിരാ ഭവൻ എന്ന് പറയുന്ന പുതിയ ഓഫീസിലൊക്കെ ആണ് ഇപ്പോൾ അവര് മാറിയിരിക്കുന്നത്. എന്നാൽ അക്ബർ റോഡിലുള്ള ഈ കെട്ടിടവും റൈസിനിയാൽ കുന്നിലുള്ള ഈ കെട്ടിടവും ഒഴിഞ്ഞു കൊടുക്കില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഞങ്ങൾ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും, ഞങ്ങൾ നിയമപരമായി പോരാടുമെന്നൊക്കെ. എന്ത് നാണംകെട്ട ഏർപ്പാടാണ് എന്നറിയില്ല. സർക്കാരിന്റെ കെട്ടിടം, ആ കെട്ടിടം പതിറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു. ആ കെട്ടിടത്തിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കാനായിട്ടുള്ള നോട്ടീസാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഈ മാസം 28-നകം ഒഴിഞ്ഞു കൊടുക്കണമെന്നാണ് പറയുന്നത്. നോട്ടീസ് ഇതിനു മുമ്പും ലഭിച്ചിരുന്നതാണ്. അന്ന് പറഞ്ഞ ന്യായീകരണം ഞങ്ങളുടെ പാർട്ടി ഓഫീസിന്റെ പണി തീർന്നില്ല എന്നാണ്. അതായത് സർക്കാർ ഇവർക്ക് പുതിയ സ്ഥലം കണ്ടെത്തി കൊടുക്കുന്നു, ഇവർക്ക് ഓഫീസ് പണിയാനുള്ള പണം നൽകുന്നു, ഇതെല്ലാം വാങ്ങുന്നു, ഓഫീസ് പണിയുന്നു. അതിനുശേഷം പഴയ ഓഫീസ് വിടുക പറ്റില്ല എന്ന് പറയുന്നത് വല്ലാത്തൊരു ന്യായം തന്നെയാണ് പറയുന്നത്. ഒരുപക്ഷെ വൈകാരികമായി തന്നെ കോൺഗ്രസിന് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉള്ള സ്ഥലമാണ് ഈ അക്ബർ റോഡിലെ ഓഫീസ് എന്നുള്ള കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. കാരണം കോൺഗ്രസിന്റെ ചരിത്രം പിറക്കുന്നതും ഇല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ ഒരു 70-കൾ മുതൽ ഇല്ലെങ്കിൽ 80 മുതലുള്ള അവിടുത്തെ പൊളിറ്റിക്സുകൾ ചർച്ചയായപ്പെട്ടതും ഇല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി മുതൽ അവരുടെ പരമ്പരകൾ, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഒത്തുകൂടിയിരുന്ന ഒരു ഇടമാണ്. അത് വിട്ടുപോകാനുള്ള ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും എല്ലാ മുതിർന്ന കോൺഗ്രസ്സുകാരുടെയൊക്കെ മനോവൈക്ലഭ്യമാകാം. ഏതായാലും അത് ഒഴിയില്ല എന്നും നിയമപരമായി നേരിടുമെന്നും പറയുന്നത്. ഏതായാലും മാർച്ച് 28-ന് പിടിച്ച് ഇറക്കി വിടുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും അതിനുള്ള സാധ്യതകൾ തന്നെയാണ് കൂടുതൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.